നമസ്കാരം. സോംജീസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സിമ്പിൾ സ്റ്റോക്ക് ട്രാക്കിൻ്റെ തുടക്കം കുറിക്കുകയാണ്. സാധാരണക്കാർക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ തുടക്കം എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരാൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഷെയർ മാർക്കറ്റിൽ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കൊരു DP അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഡെപ്പോസിറ്ററി അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇത് രണ്ടും കൂടി ഓപ്പൺ ചെയ്താലേ ഇന്ന് ഷെയർ മാർക്കറ്റിൽ വിൽപ്പനയും വാങ്ങലും നടത്താൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ചടങ്ങ്. അതിന് ഇപ്പോൾ പലരും സൗജന്യമായി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് IIFL സെക്യൂരിറ്റീസിൽ ഈ DP അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. സൗജന്യമായി ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിലെ കാര്യങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതിൽ എങ്ങനെ ഷെയർ വാങ്ങാം എന്നൊക്കെയുള്ളത് അതിൽ നിന്ന് ഏതൊരു ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് എല്ലാം വളരെ സുതാര്യമാണ്. നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് കുറേ ഇൻവെസ്റ്റ് ചെയ്തു ഇത്ര നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന പല കഥകളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഈ അടുത്തും വാർത്തയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഈ തൃക്കാക്കര നടന്ന സ്റ്റോക്ക് സ്കാമിനെ കുറിച്ചൊക്കെ. അതായത് 300 കോടിക്കടുത്ത് രൂപ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യിച്ച് തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ധമായിട്ട് ആർക്കെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ആലോചിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇതങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ചെയ്യാം DP അക്കൗണ്ട്. അത് നിങ്ങളുടെ അക്കൗണ്ടിൽ, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ അത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് പരിശോധിക്കാം. എപ്പോൾ വേണമെങ്കിലും IIFL സെക്യൂരിറ്റീസ് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും തരുന്നതുമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ച വ്യാപാരം കഴിഞ്ഞിരിക്കുകയാണ്. അതിഗംഭീരമായ ഒരു താഴ്ച ഈ വെള്ളിയാഴ്ച ഉണ്ടായി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ വെള്ളിയാഴ്ചകൾ അധികവും ഗംഭീരമായ മുന്നേറ്റം നടത്തിയ വെള്ളിയാഴ്ചകളായിരുന്നു. അതിന് വിപരീതമായി പതുക്കെ കയറി 25,145 പോയ മാർക്കറ്റ് ഒറ്റച്ചാട്ടത്തിന് 24,800 തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലായ 24,850 കടന്നു പോന്നിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണങ്ങൾ പലതാണ്. അതായത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ മാന്ദ്യത്തിനുള്ള സൂചനകളുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നതുകൊണ്ട് യൂറോപ്യൻ മാർക്കറ്റും ഒക്കെ വളരെയേറെ നിരാശാജനകമായ പ്രകടനമാണ് ഈ കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ച് ഇന്ത്യൻ മാർക്കറ്റും അങ്ങനെ ആയി എന്നാണ് പറയുന്നത്. മാത്രമല്ല, സെബിയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അതായത് PFI നിക്ഷേപം നടത്തിയിട്ടുള്ളവർ അതിൻ്റെ അവകാശികളുടെ ഡീറ്റെയിൽസ് ഇന്ന് ഈ വെള്ളിയാഴ്ചയ്ക്കകം നൽകണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നപ്പോൾ അവർ PFIകൾ കുറേ സെല്ലിങ് നടത്തിയുണ്ടായ വിൽപ്പന സമ്മർദ്ദം മൂലമാണ് ഇത്രയും ഇടിഞ്ഞതെന്നും പറയുന്നുണ്ട്. 25,000 കോടി രൂപയോ അല്ലെങ്കിൽ 50% സ്റ്റേക്കോ സൂക്ഷിച്ചിട്ടുള്ള PFIകളാണ് ഇത് വെളിപ്പെടുത്തേണ്ടിയുള്ളത്. അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അവരത് വിറ്റ് മാറുന്നു എന്നാണ് മാർക്കറ്റിലെ സംസാരം. എന്തുമാകട്ടെ, അതും ഒരു കാരണമായി എന്ന് മാത്രം കരുതിയാൽ മതി. അമേരിക്കയിൽ വന്നിട്ടുള്ള ജോബ് ഡേറ്റകൾ അത്ര മോശമായിട്ടല്ല വന്നിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടാണ് അമേരിക്കൻ മാർക്കറ്റുകൾ എടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇപ്പോഴങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ബുൾ മാർക്കറ്റിൽ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട സംഗതികൾ തന്നെയാണ്. മാർക്കറ്റ് അതിൻ്റെ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു കറക്ഷനൊക്കെ സാധാരണമാണ്. അസാധാരണമായിട്ടൊന്നുമില്ല ഇതിലൊന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം?
നമ്മൾ മാർക്കറ്റിനെ വിലയിരുത്തി അതിനനുസരിച്ച് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഷെയറുകളാണ് ഇടിഞ്ഞു വന്നിട്ടുള്ളതെങ്കിൽ അതിൽ വീണ്ടും നിക്ഷേപിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണണം. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ഓരോ കറക്ഷനുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ അതിൻ്റെ ആരോഗ്യം നിലനിർത്തി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾക്കുള്ള ഒരു എന്താ പറയുക, ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ട് കാത്തിരിക്കുന്നവർക്ക് കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു അവസരമായി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ബിയർ മാർക്കറ്റിൻ്റെ ടെൻഡൻസിയിലേക്കൊന്നും മാർക്കറ്റ് വീണിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് തിങ്കളാഴ്ച ഇനി താഴോട്ട് ഒരുപാട് പോകുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എങ്ങനെയുണ്ടായിരുന്ന ഷെയറുകളാണ്, ആ ഷെയറുകൾക്ക് വന്ന വ്യത്യാസങ്ങൾ കാണുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡിങ്ങിൽ ഇടപെടുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാറുള്ളത്. അത് ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ കാണരുത്. ഒരു ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയാണ് എന്ന് കരുതരുത്. ദീർഘകാല നിക്ഷേപം നിങ്ങൾക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വഴിയാണ്. ആ വഴി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് ഞാനിതിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കിറ്റക്സ് ഗാർമെൻറ്റ്സ് ഇന്ന് ഇതിൻ്റെ മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞു പോന്നപ്പോഴും അത് 10% UC അടിച്ച് നിൽക്കുകയാണ്. അപ്പർ സർക്യൂട്ടിലാണ് ഇന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 467.60 അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഷെയറാണ് കിറ്റക്സ്. ഈ അടുത്തിടെ അതിൻ്റെ ഉയർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് അതൊരു 217 ലെവലിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കിറ്റക്സ് ഗാർമെൻറ്റ്സിൻ്റെ 2017 അതിൻ്റെ ഉയർച്ചയ്ക്ക് ശേഷം വീണ്ടും ഇപ്പോഴാണ് അതൊന്ന് ആ ലെവലിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. 760 മുകളിൽ കച്ചവടം നടന്നിട്ടുള്ള ഷെയറാണിത്. ആ ലെവലിന് മുകളിൽ പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അന്നുണ്ടായിരുന്ന പ്രൊഡക്ഷനൊന്നുമല്ല ഈ അടുത്ത 2026 ആകുമ്പോൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇരട്ടിയിൽ കൂടുതലാണ് അവരുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പനിയുടെ വാല്യൂവിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ഈ കിറ്റക്സ് തെലുങ്കാനയിലൊക്കെ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾ ഇവിടെ നേരത്തെ നിലനിന്നതിനേക്കാൾ മികച്ച സൗകര്യങ്ങളും മികച്ച ഉൽപ്പാദന കേന്ദ്രങ്ങളുമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷെയർ വാല്യൂവിൽ പ്രതിഫലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇനിയും ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെന്ന് കരുതി ഓടിച്ചെന്ന് ഇനിയും അത് വാങ്ങിക്കൊള്ളണമെന്നൊന്നും അല്ല കേട്ടോ. അതിനൊക്കെ ഇടിവിൻ്റെ സമയങ്ങളും ഒക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുക. മറ്റൊന്ന് പിരമാൾ ഫാർമയാണ്. ഇന്ന് അതിന് മുകളിലേക്ക് മാത്രം പോയ ഒരു ഷെയർ ആയതുകൊണ്ട് ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ അതൊരു 87-നും 117, 137 ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ അതിന് നിക്ഷേപ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കിടന്ന ഒരു ഷെയർ വീഴുന്നത് 225-ലെത്തിയിട്ടുണ്ട്. പിരമാൾ ഗ്രൂപ്പിൻ്റെ ഒരു ഫാർമ സംരംഭമാണ്. അത് ഒരുപാട് ആയിട്ടില്ല അത് നിലവിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ ഈ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് വളരെ കാലങ്ങളൊന്നും ആയിട്ടില്ല. 2 വർഷമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ശരിയായിട്ട് ഓർക്കാൻ പറ്റുന്നത് 21-ലോ 22-ലോ ഏറ്റവും കൂടിയ അങ്ങനെയുള്ള ഒരു ഷെയറാണിത്. അതിൻ്റെ സാധ്യതകൾ ഇനിയും ഒരുപാടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ്. ഫാർമ സെക്ടറിൽ അതൊരു നല്ല കമ്പനിയായി ഇരിക്കുന്നു. അത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെയും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഷെയർ ആയതുകൊണ്ട് ഇന്നത്തെ ഈ തകർച്ചയ്ക്കിടയിൽ അതിനെ അങ്ങനെ കണ്ടതുകൊണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലൊന്നുകൂടി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെടാൻ നോക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ DP അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനും സൗജന്യമായി ഓപ്പൺ ചെയ്യുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതാണ്. സ്റ്റോക്ക് ട്രേഡിങ്ങിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടും DP അക്കൗണ്ടും ഇല്ലാതെ ചെയ്യാനാവുകയില്ല. അപ്പോൾ നമ്മൾക്കതിൽ തുടങ്ങി പോകണം, അല്ലെങ്കിൽ സേവിങ്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.